മഴക്കെടുതികൾ ചർച്ച ചെയ്യാൻ കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയപാതയോരത്തെ വെള്ളക്കെട്ടുകൾ നീക്കാൻ അടിയന്തര നടപടി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കൃഷിമന്ത്രി പി പ്രസാദ്. വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പ്രശ്നം പരിഹരിക്കും. ഗ്രാവൽ, എംസാൻഡ് എന്നിവ ഇട്ട് കുഴികൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂടും. ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ വിളിച്ചേർത്ത അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംഎൽഎമാരായ യു പ്രതിഭ, എം.എസ്. അരുൺകുമാർ, രമേശ് ചെന്നിത്തല, എച്ച് സലാം, പി ചിത്രരഞ്ജൻ, ദലീമ ജോജോ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇടങ്ങളിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. സ്കൂളുകൾക്ക് മുമ്പിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യും എന്ന് പറഞ്ഞത് വളരെ വേഗത്തിൽ നീക്കം ചെയ്യണം. സ്കൂൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൽ മൊത്തത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് മഴയുടെ കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞ കാര്യം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. സർവീസ് റോഡിന്റെ കാര്യം പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. സർവീസ് റോഡിന്റെ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം പണി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല വർക്ക് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗതാഗതത്തിന് വേണ്ടിയുള്ള സൗകര്യം എടുക്കണം. നമ്മൾ ഡീവിയേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അല്ലാതെ ഇവിടങ്ങളിൽ കൂടി വാഹനങ്ങൾ പോകുന്നുള്ള ക്രമീകരണമാണ് അന്ന് ഒരുക്കിയിരുന്നത്. അത് കൃത്യമായിട്ടെന്ന് വേണം അത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഞാൻ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. തോടുകളുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ആ നീരൊഴുക്ക് സമയബന്ധിതമായി അതെല്ലാം പരിഹരിക്കണം. സമയബന്ധിതമായി പരിഹരിക്കണം എന്നുള്ളത് തീരുമാനത്തിന്റെ ഭാഗമായി വെക്കുന്ന ഒന്നായി മാത്രം കണക്കാക്കരുത്. ഇതിന്റെ അവലോകനം വീണ്ടും വിത്തിൻ നെക്സ്റ്റ് വീക്ക്, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് അവലോകനം നടത്തേണ്ടത് അനിവാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് AS കനാലിന്റെ കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞു, തടസ്സത്തെ കുറിച്ച് പറഞ്ഞു. വ്യാപകമായി നമ്മുടെ തോടുകൾ കൈകേറുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ട് ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അനധികൃതമായ വയൽ നികത്തലും തോട് കയ്യേറ്റവും നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതും തോട് നികത്തിയതും എല്ലാമാണ്. അതാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ മുമ്പേ സൂചിപ്പിച്ചത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ഒന്ന് കാര്യമാണെന്നുള്ളത്. ക്യാമ്പുകളിൽ പോയ എല്ലായിടത്തും ഞങ്ങൾ കേട്ടൊരു കാര്യം അതായിരുന്നു. അനധികൃതമായ നിലനികത്തൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ജനങ്ങളുടെ ഇടപെടേണ്ടതാണ്. ജനങ്ങളുടെ ഇടപെടാതെ നിൽക്കുന്നതിന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം ഗൗരവതരമായി പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലമെല്ലാം അനധികൃതമായി നികത്തിയ കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കും. ആരെല്ലാമാണോ അത് ഒത്താശ ചെയ്തു കൊടുത്തത് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും.